കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന റിപ്പോർട്ടുകൾ. രാജിവിഷയത്തിൽ നാളെ വൈകിട്ടോടെ തീരുമാനം അറിയിക്കാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മറ്റ് 2 ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ പരീക്ഷാ സമ്പ്രദായം മൊത്തത്തിൽ ഉടച്ചുവാർക്കാനും കുറ്റമറ്റതാക്കാനുമുള്ള പുതിയ പദ്ധതികളും പുതിയ നടപടികളും വരും എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ അങ്ങനെയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന പ്രശ്നമേ ഇല്ല, അത് ഒരിക്കലും അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രാജിവെച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണെന്നും പ്രതീകാത്മക നടപടികൾക്ക് പകരം പരീക്ഷാ സമ്പ്രദായത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകുന്നത് എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഡൽഹിയിൽ വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല എന്നും ജനങ്ങൾ നൽകിയ ജനവിധി നിറവേറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പോരായ്മകളുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉടൻ നടപ്പിലാക്കും എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. കൂടാതെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുമായി പുതിയ ബിൽ അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ഇതിനുള്ള കരട് നിയമത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജിവെക്കുക എന്നത് എളുപ്പത്തിൽ എടുക്കാവുന്ന തീരുമാനമാണ്, അതൊരിക്കലും സംഭവിക്കില്ല. ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളതല്ല, ഈ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേട് എന്നുള്ളതല്ല, ഈ CJP ഏറ്റെടുത്തിരിക്കുന്ന വിഷയം എന്നത് കേന്ദ്ര സർക്കാരിനും രാജ്യത്തിനും എതിരാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നത്. മാത്രമല്ല, ഇത് ഈ ഒരു CJP സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയവരെയൊക്കെ തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നിരീക്ഷണത്തിലാണ്. അവർക്കെതിരെ പ്രാഥമികമായി ഇപ്പോൾ നടപടിയൊന്നും എടുക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും അവർ മറ്റു വിഷയങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ജനവിധി ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും എന്നാണ് NDTVയോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിട്ട് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. പ്രധാന്റെ രാജി ആവശ്യത്തിൽ നാളെ ഉച്ചവരെ സർക്കാർ സമയം ചോദിച്ചിട്ടുണ്ട് എന്നാണ് CJP വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. ഇപ്പോൾ മന്ത്രിസഭ വികസനത്തിന്റെ അല്ലെങ്കിൽ അതൊന്ന് അഴിച്ചുപണിയുന്നതിന്റെ സമയമാണ്. നിർമ്മല സീതാരാമൻ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയാവും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ കൂടി ഈ CJPക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രഹസന പ്രക്ഷോഭത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങി എന്നുള്ള സന്ദേശം പുറത്തു വരും. അതുകൊണ്ടാണ് മന്ത്രിസഭാ വികസനം പോലും കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നടത്താത്തത് എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നത് ആ വിഷയം ഉദിക്കുന്നേയില്ല എന്ന സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്, തുടർന്ന് പ്രധാനമന്ത്രിയുടെ രാജി, ആഭ്യന്തരമന്ത്രിയുടെ രാജിയൊക്കെ ആവശ്യപ്പെടുന്നത് രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ വികാരമുണർത്തുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടികളുടെ അല്ലെങ്കിൽ നാടകങ്ങളുടെ ഭാഗമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ IB റിപ്പോർട്ടിലൂടെ കേന്ദ്ര സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നിരീക്ഷണത്തിലേക്കൊക്കെ തന്നെ ഈ സമരമുഖം എത്തുകയാണ്. നാളെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വിഷയത്തിലടക്കം നാളെ കൃത്യമായ തീരുമാനം ഉണ്ടാകും. രാജിവെക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ.